അതായത് ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധയുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് കുറെ കൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോയാണ്. നിരന്തരമായിട്ട് ഒരുപാട് കമന്റുകളാണ്. ഒരുപാട് കാലമായിട്ട് ഞാൻ വാഹനം ഓടിക്കാൻ പഠിക്കുന്നു, പക്ഷെങ്കിൽ എനിക്കിതുവരെ അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അതുപോലെ നല്ല രീതിയിൽ എനിക്ക് വണ്ടി ഓടിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരുപാട് കമന്റ്സുകൾ നിരന്തരമായിട്ട് എൻ്റെ കമന്റ് ബോക്സുകളിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. ഓൾറെഡി മാസ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാസ്ക് താത്തി വെച്ചേക്കുന്നത് നമുക്ക് വീഡിയോ ചെയ്യണം, അതുകൊണ്ടാണ് താത്തി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയിൽ വേറെ ആരുമില്ല. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും മാസ്ക് ധരിച്ചു വേണം നമ്മൾ പോകാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ചെറിയൊരു ഡ്രൈവ് പോകാം. അതിനോടൊപ്പം തന്നെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. വാഹനം മുന്നോട്ടെടുക്കുന്നു. ഓക്കെ, വാഹനത്തിന് വണ്ടിക്ക് മൂവ്മെന്റ് ആയി. ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. നല്ല സ്ട്രെയിറ്റ് റോഡാണ്. വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ചെറിയൊരു ഗട്ടർ വന്ന് ഞാൻ സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. കാരണം തേർഡ് ഗിയറിൽ ഈ ഗട്ടറിലൂടെ ഇറങ്ങി വാഹനം പോകാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി, വണ്ടിക്ക് മൂവ്മെന്റ് ആയി. വീണ്ടും തേർഡ് ഗിയർ കൊടുത്തു. നമുക്ക് വണ്ടി ഓടിക്കാൻ പ്രധാനമായിട്ടും പഠിക്കാൻ പറ്റാത്തതിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധയുണ്ടായിരിക്കണം. അതായത് ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധയുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗിൽ ശ്രദ്ധയുണ്ടാകണം, അതോടൊപ്പം തന്നെ നമുക്ക് ഗിയറിൽ ശ്രദ്ധയുണ്ടാകണം, ക്ലച്ചില്, ബ്രേക്കില്, ആക്സിലറേറ്ററില്, അതുപോലെ തന്നെ ഹോൺ ചെയ്യുന്നതില്, റോഡില്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരേ സമയം ശ്രദ്ധയുണ്ടായിരിക്കണം. ഇത് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ വാഹനത്തിന്റെ ഗിയർ ഡൗൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ശ്രദ്ധ റോഡിലുണ്ട്. പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നുണ്ട് എന്ന് ഞാൻ റിയർ വ്യൂ മിററിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചാണ് വാഹനം ഓടിക്കുന്നത്. അതായത് പല കാര്യങ്ങളും ഞാൻ ഒരേ സമയം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വണ്ടി പഠിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും വണ്ടി ഓടിക്കുവാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയാത്തത്. കാരണം ഞാൻ ഒരുപാട് പിള്ളേർക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാകും. ചിലപ്പോൾ റോഡിൽ വണ്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സ്റ്റിയറിംഗിലായിരിക്കും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ. ആ ഒരു സമയത്ത് ഗിയർ മാറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് മറന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഗിയർ മാറ്റും, പക്ഷെങ്കിൽ ആ ഒരു സമയത്ത് വണ്ടി റോഡിൽ കൃത്യമായിട്ട് ഇടത്ത് ചേർന്ന് പോകണമെന്നില്ല. ഒന്നെങ്കിൽ വണ്ടി വലത്ത് സൈഡിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഇടത്ത് ചേർന്ന് റോഡിന്റെ വെളിയിലേക്ക് വണ്ടി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരേ സമയത്ത് പല കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. അതായത് വാഹനം ഓടിക്കുന്നതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരേ സമയത്ത് ശ്രദ്ധിച്ച് ഒരുപോലെ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുവാൻ സാധിക്കാത്തത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എല്ലാ ദിവസവും വാഹനം ഓടിക്കുക എന്നുള്ളത് മാത്രമാണ്. നിരന്തരമായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. പ്രധാനമായിട്ടും വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റിയറിംഗ് കൺട്രോൾ ആണ്. നമ്മൾ കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി വാഹനം ഓടിക്കുക. അതോടൊപ്പം തന്നെ റോഡ് മനസ്സിലാക്കി വാഹനം ഓടിക്കുക. നല്ല സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ നമുക്ക് എല്ലാ ഗിയറുകളും മാറി മാറി ഓടിക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾ ഫസ്റ്റ് ഗിയർ മുതൽ ഈ പറഞ്ഞ പോലെ ഫിഫ്ത്ത് ഗിയർ വരെ ഇട്ട് വാഹനം ഓടിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ചെറിയ റോഡുകളിൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, മാക്സിമം സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും ഒക്കെ പോകുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സേഫ് ആയിട്ട് വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ ഒക്കെ ഇട്ട് പോകുന്നതാണ് ഏറ്റവും സേഫ്. കുറച്ച് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ചെറിയ റോഡിൽ നമുക്ക് മറ്റ് ഗിയറുകൾ ഇട്ട് ഓടിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ചെറിയ റോഡിൽ ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലച്ചിലും ബ്രേക്കിലും കാല് വരുന്നത് വേഗത്തിലായിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടി പഠിക്കുന്നവർക്കുള്ള ഒരു പ്രശ്നമാണ് വേഗത്തിൽ ക്ലച്ചിലും ബ്രേക്കിലും അതുപോലെ തന്നെ ആക്സിലറേറ്ററിലും പെട്ടെന്ന് വരാൻ സാധിക്കാതെ വരുന്നത്. അത് പുതിയതായിട്ട് വാഹനം പഠിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്.
അതിന് പരിഹാരം നിങ്ങൾ സ്വയമായിട്ട് കണ്ടെത്തുക. കാരണം നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മുന്നോട്ട് നീങ്ങുന്നു, പെട്ടെന്ന് വാഹനം സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാല് ആക്സിലറേറ്ററിൽ നിന്ന് പെട്ടെന്ന് ബ്രേക്കിൽ വന്ന് വാഹനം സ്ലോ ചെയ്യുക. അതിനുശേഷം സ്ലോ ചെയ്തതിന് ശേഷം വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് കാലയച്ച് വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കണം. പലപ്പോഴും ഇതിനൊരു ലേറ്റൻസി പുതിയതായിട്ട് വണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് വാഹനം ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് താമസം വരാതിരിക്കുക. അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്കും അങ്ങനെ ഓരോ ഗിയറിലേക്ക് മാറുന്നതിന് ഒരുപാട് ലേറ്റൻസി ഉണ്ടാകാതെ പെട്ടെന്ന് തന്നെ ഗിയർ മാറ്റി വാഹനം ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വാഹനത്തിന്റെ, അതായത് വണ്ടിയുടെ മുൻവശം നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം വണ്ടിയുടെ പുറകുവശവും നമ്മൾ നോക്കേണ്ടത്. അതായത് മുന്നിൽ നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കുന്നത് പോലെ തന്നെ പുറകുവശവും നോക്കണം. അതിന് നമ്മൾ വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിററിലൂടെ ഇടയ്ക്കെല്ലാം പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ ഒരേ സമയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വേഗത്തിലാണ് ചെയ്യേണ്ടത്. ഈ വേഗത്തിൽ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വണ്ടി സ്പീഡിൽ ഓടിക്കുക എന്നുള്ളതല്ല. നമ്മൾ വണ്ടി വളരെ സ്ലോ ആയിട്ട് ഓടിക്കണം. എന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേഗത്തിൽ ചെയ്യണം. നമ്മൾ ക്ലച്ചിൽ വരുന്നത്, ബ്രേക്കിൽ വരുന്നത്, ആക്സിലറേറ്ററിൽ വരുന്നത്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, ഇതെല്ലാം നമ്മൾ ഒരേ സമയത്തിൽ നമ്മൾ വേഗത്തിൽ ചെയ്യണം. അതോടൊപ്പം വണ്ടിക്ക് വേഗത കൂടുവാനും പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.